ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. NS വേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ചൂരത്തലയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചൂരത്തല വളരെ ടേസ്റ്റി ആയിട്ട് തേങ്ങ വറുത്തരച്ച് എങ്ങനെ കറി വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ, കുറച്ച് കൊച്ചുള്ളി, ഒരു കഷ്ണം കരിവേപ്പില എടുത്തിട്ടുണ്ട്. മസാല ഐറ്റംസാണ് 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി. തേങ്ങ ഇതുപോലെ നല്ലതുപോലെ വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം അതിനകത്ത് മസാല ഐറ്റംസും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്ത് വെക്കണം. ചൂട് മാറുമ്പോഴത്തേക്കും മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുക്കണം. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. അടുപ്പിലോട്ടൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കരിവേപ്പില, ഒരു കഷ്ണം പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ ഇതേപോലെ നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. അരപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3-4 കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ചു. കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മീനൊക്കെ നമുക്കൊന്ന് കഴുകി വെക്കാം. കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ചൂരത്തലയും കഷ്ണങ്ങളും എല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ അരപ്പെല്ലാം ചൂരത്തലയിലെല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂരത്തല വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വെള്ളമൊക്കെ വറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂരത്തല കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്